ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി ഒരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുക. അതായത് എൻ്റെ റെസിപ്പിയിൽ ഞാനായി കണ്ടുപിടിച്ച പല റെസിപ്പികളും വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ചെമ്മീൻ ബിരിയാണി. ബട്ട് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. സോ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. കൈമ റൈസ്, പിന്നെ കിസ്മിസ്, കാഷ്യൂ, പിന്നെ വറുത്തിടാനും മറ്റേ എന്താ ഉള്ളി, ഇതിനാവശ്യമായ ഉള്ളി, ഇതൊരു 5 ഉള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് ഒരു 4 തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നെയ്യ്. ലെറ്റ്സ് ഡു. ഓരോ പ്രാവശ്യവും ഞാനിങ്ങനെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു കഥ ഓർമ്മ വരും. കാരണം ഫസ്റ്റ് ടൈം ഞാൻ എൻ്റെ വീട്ടിലുണ്ടായപ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു. അതായത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും വേസ്റ്റ് ബിരിയാണി. പക്ഷെ സാരമില്ല, എന്താ പറയണ്ടേ, ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയോണ്ടുള്ള ഒരു പ്രശ്നം എന്ന് മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. പക്ഷെ ഇന്നും അത് പറഞ്ഞാൽ എൻ്റെ സ്വന്തം അച്ഛൻ എന്നെ കളിയാക്കാറുണ്ട്. ഞാൻ വീട്ടിൽ പോകുമ്പോൾ ബിരിയാണി എന്ന് പറയുമ്പോൾ നീ ഉണ്ടാക്കിയ ബിരിയാണിയല്ലേ അങ്ങനെ പറഞ്ഞ് ഇപ്പോൾ എന്നെ കളിയാക്കും. പക്ഷെ ഇന്നിപ്പം ഞാൻ കുറച്ചൊരു നല്ല രീതിയിൽ ഉണ്ടാക്കുമെങ്കിലും ഞാൻ ഇതുവരെ അവർക്കാർക്കും, എൻ്റെ വീട്ടിലുള്ള ആർക്കും ഞാൻ ബിരിയാണി വെച്ച് കൊടുത്തിട്ടില്ല. ഞാനിവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ മാത്രമേ ബിരിയാണി വെച്ചിട്ടുള്ളൂ. അപ്പം അച്ഛനിപ്പം അതാണ് ഒരു ബിരിയാണി, ആ ട്രോമ തന്ന ബിരിയാണിയാണ് അച്ഛന് ഓർമ്മ വരിക. അപ്പം നിങ്ങൾ വിചാരിക്കുക ഇതിനു മാത്രം എന്തായിരിക്കുമെന്ന്. കാരണം എൻ്റെ ഓവർ കോൺഫിഡൻസിൽ ഞാൻ ഉണ്ടാക്കിയ ബിരിയാണിയാണത്. എന്താ പറയണ്ടേ, ലാസ്റ്റ് ബിരിയാണി ഉണ്ടാക്കി അതൊരു എന്താ പറയണ്ടത് ഉപ്പുമാവായിപ്പോയി. അതാണ് കഥ. ഒരു ഉപ്പുമാവ് തിന്നിട്ട് അച്ഛൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും പോയി പറഞ്ഞ്, എന്നിട്ട് ഇപ്പോഴും എന്നെ കാണുമ്പോൾ അവരെല്ലാവരും അത് പറഞ്ഞ കളിയാക്കാറ്. അപ്പം അതെനിക്കെപ്പോഴും ഒരു ട്രോമയാണ്. പക്ഷെ ഇപ്പം എനിക്കതൊരു വിഷയമേ അല്ല. കാരണം ഞാനിപ്പോൾ പ്രോ ആയി. എനിക്കിപ്പോൾ നല്ല രീതിക്ക് ഉണ്ടാക്കാൻ അറിയാം. എന്ത് വന്നാലും ഞാൻ കണ്ണും പൂട്ടി ബിരിയാണി ഉണ്ടാക്കും എന്നുള്ളൊരു ഇതിലേക്ക് ഞാൻ മാറി. പക്ഷെ അതാലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. എനിക്കൊന്നും തന്നെ വെക്കാനറിയില്ല, ഒരു ഫുഡും എനിക്കറിയില്ല. പറയാന്നുണ്ടെങ്കിൽ കഞ്ഞി വെക്കാനറിയാം, ചായ ഉണ്ടാക്കാനറിയാം, മാഗി ഉണ്ടാക്കാനറിയാം. ഈവൻ അമ്മ ഇപ്പം പൂരിക്ക് വരുത്തി തരുമോ അല്ലെ പത്തിരി ഇതാക്കി തന്നാലോ അതൊക്കെ ചുട്ടു കൊടുക്കാൻ, ചപ്പാത്തി ചുട്ടു കൊടുക്കാൻ, ഇത് മാത്രമേ എനിക്കറിയുള്ളൂ. അല്ലാണ്ട് എനിക്ക് ഇമാതിരി വീട്ടിലൊന്നും വെക്കാനറിയില്ല. കല്യാണത്തിൻ്റെ കുറച്ച് മുന്നെയാണ് ഞാൻ കറിയൊക്കെ വെക്കാൻ പഠിച്ചത്, കറി ചോറൊക്കെ വെക്കാൻ. കാരണം എൻ്റെ ലൈഫ് വന്നതെല്ലാം ഹോസ്റ്റൽ ലൈഫായിരുന്നു. അപ്പോൾ അതിൽ അവിടെ നിന്ന് ഉണ്ടാക്കി തരാൻ അതാണല്ലോ. പിന്നെ വീട്ടിൽ 2 ദിവസം വന്നാൽ നിൽക്കുക. അതുകൊണ്ട് അമ്മ ഒന്നും ചെയ്യിപ്പിക്കൂല. ബാക്കിയല്ലാത്ത എല്ലാ പണികളും എനിക്കറിയാം. അടിച്ചു വരാ, അലക്കുക, അങ്ങനത്തെ എല്ലാ ഇസ്തിരി ഇടുക, അങ്ങനത്തെ എല്ലാ പരിപാടിയും എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഫുഡ് ഉണ്ടാക്കാൻ എനിക്കറിയില്ല. ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം എല്ലാ ഗവേഷണങ്ങളും നടത്തിയത് ഇവിടെ വെച്ചിട്ടാണ്. പക്ഷേ എന്താ പറയുക, ഫുഡിൽ വരുന്ന എല്ലാ ഗവേഷണങ്ങളും ഇവിടുന്ന് നടത്തി. പക്ഷെ ഒന്നും അങ്ങനെ പാളിപ്പോയിട്ടില്ല. ഇവിടെ ഇവരെല്ലാവരും സപ്പോർട്ടായി. എന്തുണ്ടാക്കാണ് മോൾ ഉണ്ടാക്കിക്കോ, നമ്മൾ കഴിച്ചോളും. അങ്ങനെയായിരുന്നു ഇവിടെയുള്ള അമ്മയും അച്ഛമ്മയും അച്ഛനും. ഇവർ 3 എല്ലാത്തിനും സപ്പോർട്ടാണ്. അതുകൊണ്ട് ഞാനെല്ലാം എനിക്ക് തോന്നുന്നതെല്ലാം ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഉണ്ടാക്കും. പിന്നെ ഇവിടെ ആൻറ്റിമാർ, മൂത്തമാർ, ഇവരൊക്കെ ഭയങ്കര വലിയ ഷെഫ്സാട്ടോ. നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുക. അവരൊക്കെ ഉണ്ടാക്കിയ ബിരിയാണി കണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കാനുള്ളൊരു ത്വര വന്ന് ഓരോന്ന് പഠിച്ചത്. പക്ഷെ ഡെസേർട്ട് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ബട്ട് ഇതൊക്കെ ഈ ബിരിയാണിയിൽ ഞാനിപ്പോൾ പ്രോ ആണെന്ന് എനിക്ക് ആരുടെ മുന്നിലും പറയാം. കാരണം ഞാൻ അങ്ങനെ ഇപ്പോൾ ബിരിയാണി വെക്കും. ഇവിടെ എല്ലാവർക്കും എൻ്റെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിൽ കാണിക്കുന്നതെല്ലാം ഞാൻ രീതിയിൽ എനിക്ക് ഓക്കേന്ന് തോന്നിയ റെസിപ്പീസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയത്. ഈവൻ ഇതിൽ ചെമ്മീൻ പൊരിച്ചത് പോലും, കാരണം എല്ലാവരും ഇങ്ങനെയാണോ പൊരിക്കലെന്ന് അറിയില്ല. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ എന്താ പറയണ്ടേ, എല്ലാവരും നോർമലി എണ്ണയിലിട്ട് പൊരിച്ചിട്ടാണ് എടുക്കുക. ഞാൻ എൻ്റെ മൈൻഡിലെന്ന് വെച്ചാൽ ഇത് വെന്ത് കിട്ടൂലല്ലോ, വേവില്ലല്ലോ എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ എണ്ണ ഒഴിച്ച് അതിൽ മാരിനേറ്റ് ചെയ്തത് ചെമ്മീൻ ഇട്ട്, എന്നിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ സെറ്റാക്കി എന്താ പറയണ്ടേ, ഇങ്ങനെ എന്താ പറയണ്ടേ, വേവിച്ചെടുക്കുന്നത്. പിന്നെ ബാക്കി എല്ലാവരും ചെയ്യുന്ന പ്രോസസ്സ് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഉള്ളീൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇടുക. അതും നല്ല രീതിയിൽ വഴറ്റിയെടുത്ത് അതിൻ്റെയും പച്ചമണം മാറിക്കഴിഞ്ഞാൽ തക്കാളി ഇടുക. തക്കാളി ഇട്ടിട്ട് നമ്മൾ കുറച്ച് നേരം മൂടി വെക്കും. എന്തിന്? അതൊന്ന് വെന്ത് നല്ല സെറ്റായിട്ട് കിട്ടാൻ. ഞാൻ ഇതിൽ മെയിൻ പറയാന്നുണ്ടെങ്കിൽ ഓവറായിട്ട് പൊടികളോ കാര്യങ്ങളോ ഒന്നും ഞാനിതിൽ ചേർക്കാറില്ല. ഞാൻ ആകെ ഇതിൽ ചേർക്കുന്നത് ഗരം മസാലപ്പൊടിയും ഇച്ചിരി പിഞ്ച് മറ്റേ കുരുമുളക് പൊടിയും ചേർക്കും. അതിൻ്റെ മേലെ വേറെ ഒന്നും ഞാൻ ഇതിൽ ചേർക്കാറില്ല. ഈവൻ ഈ മസാലയിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ അതിലും ഇങ്ങനെ തന്നെ ഞാൻ മസാല ഉണ്ടാക്കുക.
എൻ്റെ ഒരു ഓർമ്മയിൽ എന്താ പറയണ്ടേ, മസാല എല്ലാം ഞാൻ എൻ്റെ രീതിയിലിടാം. എനിക്കങ്ങനെ അളവ് പറഞ്ഞുതരാനോ ഒന്നിൻ്റെ മെഷർമെൻറ്റും പറഞ്ഞുതരാൻ എനിക്കറിയില്ല. എല്ലാം എനിക്ക് തോന്നുന്ന പോലെ ഞാനിടും. ജസ്റ്റ് അത് കൂടുകയാണോ കുറഞ്ഞാണോ അതിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഇടൂലേ, എല്ലാം ലെവലപ്പ് ചെയ്തെടുക്കില്ല. അങ്ങനെ ചെയ്യാൻ മാത്രമേ എനിക്കറിയില്ല, അല്ലാണ്ട് ഒരു കണക്ക് പറഞ്ഞുതരാനൊന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ എൻ്റെ കഥ ഇതിൽ ഇങ്ങനെ പറയുന്നത്. പിന്നെ ഉപ്പ് നിങ്ങൾ ഇഷ്ടത്തിന് നോക്കിയിടുക. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ഞാൻ ഗരം മസാല മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഗരം മസാല ഇട്ടിട്ട് നിങ്ങൾ മസാല നോക്കിയിട്ട് എരിവാണെങ്കിൽ ഈവൻ ഇതിൽ മുളക് പൊടി പോലും ഇടുന്നില്ല. എന്താ ഇടുന്നത്, നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇല്ലേ, പേസ്റ്റ് അല്ല, അതൊരു ക്രഷ് ചെയ്തെടുക്കുക ചെയ്യുക. അത് എരിവൊക്കെ നോക്കി സെറ്റാക്കിയിട്ടാണ് നമ്മളിതിൽ ഇടുന്നത്. ഓക്കെ, ഈ മസാലയിൽ മാത്രമേ, വേറെ ഒന്നിലും ഞാൻ ഇതിനകത്ത് ഇടാറില്ല. ഈ ബിരിയാണി ഉണ്ടാക്കലിൽ എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്ന പരിപാടി ഈ ചോറ് ഉണ്ടാക്കല. എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ചോറ് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഫീലാണ് എനിക്ക്. മസാല പിന്നെയും കുറച്ച് ടൈം എടുത്താക്കുന്ന പോലെ തോന്നാം. ഇതിപ്പോൾ എന്താ, വേഗം സ്പൈസസ് ഒക്കെ ഇട്ട് ഒന്ന് വഴറ്റ് അങ്ങനെ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇട്ട് ആ ഒരു സ്മെല്ല് വരുമ്പോഴേക്ക് നമ്മൾ അരി ഇട്ട് വേഗം പിന്നെ വെള്ളം ഒഴിച്ച് അങ്ങനെ വേഗം ആവുന്ന പോലെ എനിക്ക് തോന്നലുണ്ട്. ഞാൻ ഈ അടുത്തൊരു വീഡിയോ കണ്ടപ്പോൾ അതിൽ കുക്ക് ചെയ്യുന്ന ഷെഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അരി ഇങ്ങനെ ഡ്രെയിൻ ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് പിന്നെ എന്താ പറയണ്ടേ ഇതിലേക്കിട്ട് നല്ല വറുത്തെടുത്താൽ മതി, അപ്പം വേഗം തന്നെ വെന്ത് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നതായിരുന്നു. അപ്പം ഞാൻ ഈ ടൈം അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. സോ അതെനിക്ക് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തു കേട്ടോ. എന്താ പറയണ്ടേ, സൂപ്പറായിട്ട് വന്ന്. അതേപോലെ തന്നെ എല്ലാവരും പറയുന്ന പോലെ തന്നെ അരി ഇപ്പോൾ 1 ഗ്ലാസ് അരിയാണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം, ഇതാണ് എൻ്റെയും കണക്ക്. ഞാൻ അതിനനുസരിച്ചാണ് ചെയ്തത്. എപ്പോഴും നമ്മൾ വാങ്ങുമ്പോൾ അരിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം വാങ്ങിയ അരി സൂപ്പർ അരിയായിരുന്നു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന ചൂടുവെള്ളം കേട്ടോ. കാരണം എന്താ പറയണ്ടേ, ഇപ്പോൾ നമ്മൾ എത്രയാണോ മെഷർമെൻറ്റ് അതിനനുസരിച്ചെടുത്ത് ചൂടുവെള്ളം വെച്ചിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചാൽ കുറച്ചും കൂടി ഈസി ആവും എന്ന് പറഞ്ഞു കേട്ടിന്. ഞാനും അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് ഇതാക്കുക. പിന്നെ ഉപ്പിട്ട് എന്താ പറയണ്ടേ, ഉപ്പിടുന്നത് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് വേണ്ട ഉപ്പ്. അതായത് എല്ലാവരും പറയും ഈ ഉപ്പ് എന്താ പറയുക, ഉപ്പ് നല്ല എടുത്ത് നിൽക്കണം എന്ന് പറയും. വെള്ളത്തിൽ ഇങ്ങനെ നല്ല രീതിക്ക് ഉപ്പ് അറിയണം, എന്നാലേ ചോറാക്കി കഴിഞ്ഞാൽ സെറ്റ് ആവുമെന്ന്. അതായത് അതിന് നല്ല ഉപ്പ് പിടിക്കൂന്ന് പറയുന്നേക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിക്കുക, കാരണം ചോറിങ്ങനെ കട്ട പിടിക്കാണ്ട് നല്ല നീറ്റായിട്ട് കിട്ടും. സോ അത് തന്നെ, അങ്ങനെയൊക്കെ ചെയ്തോക്കെ ചെറിയ ചെറിയ ട്രിക്സ് ആൻഡ് ടിപ്സൊക്കെ നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഞാനെന്താ ഈ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ഇട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സംഭവം ഒരു ടിപ്പാണ്. ഇതെൻ്റെ മൂത്ത പറഞ്ഞ ടിപ്പാട്ടോ. കാരണം ഇതിൽ ചോറിൽ ഉപ്പ് സെറ്റായിട്ടില്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ആക്കിയിട്ട് അതിൽ ഉപ്പ് കലക്കിയിട്ട് ഇതേപോലെ ബ്രഷോ അല്ലെങ്കിൽ സ്പൂണ് കൊണ്ടോ നല്ല വൃത്തിക്ക് ഇതിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ
കുറച്ചുകൂടി വെന്ത് കിട്ടുമ്പോൾ അത് നല്ല രീതിക്ക് അതിൽ എല്ലാത്തിലും ഉപ്പ് നല്ല രീതിയിൽ പിടിച്ച് കിട്ടുമെന്ന്. അതും എനിക്ക് ഇപ്രാവശ്യം ഞാൻ ചെയ്തപ്പോൾ വർക്കായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്പും ട്രിക്സും എല്ലാം നമ്മളിതിൽ അപ്ലൈ ചെയ്താൽ ഓക്കെ ആയിരിക്കും.